Hello everyone, welcome to Econometrics lecture series. നമ്മൾ ഇന്ന് സ്റ്റൊക്കാസ്റ്റിക് എറർ ടൈമിന്റെ സിഗ്നിഫിക്കൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സിഗ്നിഫിക്കൻസ് ഓഫ് എറർ ടൈം, സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റൊക്കാസ്റ്റിക് എറർ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ടൈം. സോ നമ്മുടെ റെഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എക്സ് ഐ പ്ലസ് എപ്സിലോൺ എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്ന പോലെ y എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്, എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ആൽഫയും ബീറ്റയും പാരാമീറ്റേഴ്സ് ടു ബി എസ്റ്റിമേറ്റഡ് ആണ്. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ പ്രീവിയസ് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് എപ്സിലോൺ എന്ന് പറയുന്നത് എറർ ടൈം ആണ്. പല ബുക്കുകളിലും പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ചില ബുക്കുകൾ യു ആണ് ഉപയോഗിക്കുന്നത്. സോ എനിവേ അത് എറർ ടൈം ആണ്. അപ്പം എപ്സിലോണിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ എക്സ് അല്ലാതെ വൈയെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിന്റെ ഒരു സറോഗേഷനെയാണ് നമ്മൾ എററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എററിന്റെ സിഗ്നിഫിക്കൻസ് ഇത്രയേ ഉള്ളൂ. വൈ അല്ലാതെ എക്സ് അല്ലാതെ വൈയെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസിന്റെയും ഒരു സറോഗേഷൻ, എല്ലാ വേരിയബിൾസിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എറർ ടൈം ആയിട്ട് ചിത്രീകരിക്കുന്നത്. ഇനി നമ്മുടെ ചോദ്യം എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, എന്തിനു വേണ്ടിയാണ്? അത് തീർച്ചയായിട്ടും എക്കണോമെട്രിക്സിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശരിക്കും എക്കണോമെട്രിക് മോഡൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ എറർ ടൈം ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ്. എറർ ടൈം ഇല്ലെങ്കിൽ എക്കണോമെട്രിക് മോഡലും മാത്തമാറ്റിക്കൽ മോഡലും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. മാത്തമാറ്റിക്കൽ മോഡലിന്റെ ഒരു ലിമിറ്റേഷൻ വന്ന് ആ ലിമിറ്റേഷനിൽ നിന്നാണ് എക്കണോമെട്രിക്സ് ഡെവലപ്പ് ചെയ്തു വന്നത്. സോ ഈ എറർ ടൈം ആണ് എക്കണോമെട്രിക്സിനെ ഡെവലപ്പ് ചെയ്തതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു അർത്ഥത്തിൽ എക്കണോമെട്രിക്സിന്റെ ഒരു അസ്തിത്വമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഇത്, എറർ ടൈമിന്റെ സിഗ്നിഫിക്കൻസ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എറർ ടൈമിന്റെ സിഗ്നിഫിക്കൻസ് അറിഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വേഗ്നെസ് ഓഫ് തിയറി. അതായത് നമ്മുടെ തിയറി വേഗ് ആണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കൺസംഷൻ ഇൻകം ഹൈപ്പോസ്, കെയ്ൻസിന്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോസ്, സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ കൺസിഡർ ചെയ്താൽ കെയ്ൻസ് പറഞ്ഞത് ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്. ഇൻകം കൂടുന്തോറും കൺസംഷൻ കൂടുന്നുണ്ട്, ഇൻകം കൂടുന്നതിന്റെ അത്രയും കൺസംഷൻ കൂടുന്നില്ല. അപ്പൊ കെയ്ൻസിന്റെ ഫോക്കസ് കെയ്ൻസ് ഇൻകവും കൺസംഷനെ പറ്റി മാത്രമേ പറഞ്ഞു. അപ്പൊ നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്ത് y ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എക്സ്, നമ്മൾ y ആയിട്ട് കൺസംഷൻ എടുത്ത് എക്സ് ആയിട്ട് ഇൻകത്തെ എടുത്തു. പക്ഷേ ഇൻ റിയൽ ലൈഫ് ഈ ഇൻകം അല്ലാതെ ഒരുപാട് വേരിയബിൾസ് ആ കൺസംഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വേരിയബിൾസിനെ പറ്റി ഈ തിയറി പറഞ്ഞിട്ടില്ല. സോ ആ തിയറി ഒമിറ്റ് ചെയ്ത കുറെ വേരിയബിൾസ് ഉണ്ട്. അപ്പൊ ആ വേരിയബിൾസിനെ കൂടെ കൺസിഡർ ചെയ്യാതെ നമ്മൾ മോഡൽ ചെയ്താൽ അത് യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്തൊരു പ്രഡിക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അതാണ് വേഗ്നെസ് ഓഫ് തിയറി. ആ തിയറി വേഗായതിനാൽ തിയറികൾ പലപ്പോഴും വേഗായിരിക്കും. രണ്ടാമത്തത് അൺഅവൈലബിലിറ്റി ഓഫ് ഡേറ്റ. ഇനി തിയറി കൃത്യമായിട്ട് നമുക്ക് എല്ലാ വേരിയബിൾസും, നമ്മുടെ ഈ പറയുന്ന എല്ലാ വേരിയബിളും മോഡലിനെ അഫക്ട് ചെയ്യുന്ന എല്ലാ വേരിയബിളിന്റെയും തിയറി കൃത്യമായിട്ട് പറയുന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് പലപ്പോഴും ഡാറ്റ അവൈലബിൾ ആയിരിക്കത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം വെൽത്ത് ഒരു വേരിയബിൾ ആണ്, നമ്മൾ കണ്ടുപിടിച്ചു. വെൽത്ത് ഈ പറയുന്ന ഇൻകം അല്ലാതെ വെൽത്ത് നമ്മുടെ കൺസംഷനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. പക്ഷെ ഈ വെൽത്ത് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഐഡിയ പലപ്പോഴും, അല്ലെ ഒരു ടൂൾ നമുക്ക് പലപ്പോഴും കിട്ടത്തില്ല. ഇപ്പൊ ഓരോ ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് അവരുടെ വെൽത്ത് ചോദിച്ചാൽ ചിലപ്പോൾ വെൽത്ത് ഒരുപക്ഷെ നമുക്ക് പറയണമെന്നില്ല. അപ്പം അത്തരത്തിലൊരു പ്രശ്നമുണ്ട്, അൺഅവൈലബിലിറ്റി ഓഫ് ഡാറ്റ. നമുക്ക് ഡാറ്റ അവൈലബിൾ ആവണമെന്നില്ല. ഡാറ്റ അവൈലബിൾ ആണെങ്കിലല്ലേ നമുക്ക് അനാലിസിസ് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. പലപ്പോഴും നമുക്ക് ആ ഡാറ്റയുടെ ഒരു പരിമിതി അവിടെ ഉണ്ട്. സോ രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ അൺഅവൈലബിലിറ്റി ഓഫ് ഡാറ്റ. അങ്ങനെ ഡാറ്റ അൺഅവൈലബിൾ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എറർ ടൈമിലേക്ക് കൊണ്ടുപോയി കിട്ടും. ഒന്നാമത്തത് വേഗ്നെസ് ഓഫ് ദി തിയറി വേഗമാകുമ്പോൾ ബാക്കി നമുക്കറിയാത്ത വേരിയബിൾ എററായിട്ട് കൺസിഡർ ചെയ്യും. രണ്ടാമത് നമുക്ക് വേരിയബിളിനെ പറ്റി അറിയാം, പക്ഷെ നമുക്ക് അതിന്റെ ഡാറ്റ കിട്ടുന്നില്ല. സോ അതിനെ നമ്മൾ എററായിട്ട് കൺസിഡർ ചെയ്യും. ഇനി മൂന്നാമത്തത് ഇൻട്രിൻസിക് റാൻഡംനെസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ. ഇനി ആദ്യത്തെ രണ്ട് കേസ് നമ്മൾ പരിഹരിച്ചു എന്ന് വിചാരിക്കുക. വേഗ്നെസ് ഓഫ് തിയറി, അൺഅവൈലബിലിറ്റി ഓഫ് ഡാറ്റയും പരിഹരിച്ചു. തിയറി എല്ലാ വേരിയബിളിനെയും കണ്ടെത്തി, നമ്മൾ എല്ലാ വേരിയബിളിന്റെയും കൂടെ ഡാറ്റയും കളക്ട് ചെയ്തെന്ന് വിചാരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഒരു എറർ ഉണ്ടാവും. അതായത് തെറ്റുകൾ മനുഷ്യ സഹജമാണ്, തെറ്റുകൾ എല്ലാവർക്കും ഉണ്ടാവും. അത് മനുഷ്യന്റെ കൂടെ ഉള്ളതാണ് തെറ്റ്. അതുകൊണ്ട് നമ്മുടെ ഒരു ബേസിക് നേച്ചറിൽ എറർ അവിടെ വരും, ബിഹേവിയറിൽ എറർ വരും. സോ അതുകൊണ്ട് നമ്മളൊരു എററിന് ഒരു സ്പേസ് കൊടുക്കും. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ 99% കോൺഫിഡൻസോടെ റിസൾട്ടിനെ എടുക്കുന്നത്. മാക്സിമം നമ്മൾ 99% പോകത്തുള്ളൂ. അവിടെയും നമ്മൾ 1% എററിന് കൊടുത്തിട്ടുണ്ട്. സോ എറർ അവിടെ എല്ലാം ഉണ്ട്. എററിന് എപ്പോഴും എറർ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇതിലൂടെ നമ്മൾ അതിന്റെ ആ ഒരു പോസിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി അടുത്തത് പോർ പ്രോക്സി വേരിയബിൾ ആണ്. അതായത് പലപ്പോഴും നമുക്ക്
വേരിയബിൾസ് ചില കാര്യത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ അതിന് പകരം ഒരു പ്രോക്സി വേരിയബിൾസ് ആണ് പലപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോക്സി വേരിയബിൾസ് അത്ര നല്ലതല്ലെങ്കിൽ അവിടെ എറർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് ഒക്കാം റേസർ പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണിയെ കുറിച്ച് പറയുന്നത് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വൈയെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് വേരിയബിൾ നമ്മൾ കണ്ടെത്തി. ഈ പറയുന്ന വെൽത്ത്, ഇൻകം, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, സെക്സ്, ഈ പറയുന്ന ജെൻഡർ, വേജ്, അങ്ങനെ ഒരുപാട് 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 നമ്മള് കാര്യങ്ങൾ നമ്മുടെ മോഡലിലേക്ക് കയറ്റി എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരുപാട് മോഡൽസിനെ ഇങ്ങനെ കയറ്റി കയറ്റി പോകുന്നതിൽ നല്ലത് നമ്മുടെ മോഡല് വളരെ സിമ്പിൾ ആയിരിക്കണം. അത് കുറച്ച് റിഗ്രസേഴ്സിനെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ആയിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിന് നമ്മുടെ ഈ പറയുന്ന നമുക്ക് ബയാസ് ഉണ്ടാവാൻ പാടില്ല. ബയാസ് എന്ന് വെച്ചാൽ നമ്മൾ ഒമിറ്റഡ് വേരിയബിൾ ബയാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മളൊരു വേരിയബിളിനെ പുറന്തള്ളുന്നത് മൂലം നമ്മുടെ റിസൾട്ടിന് ഉണ്ടാകുന്ന ഒരു മാറ്റം, അതാണ് ഒമിറ്റഡ് വേരിയബിൾ ബയാസ്. നമ്മൾ അങ്ങനെ ഒരു ഒമിറ്റഡ് വേരിയബിൾ ബയാസ് ഉണ്ടാകാതെ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ മാത്രം ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് നല്ലത്. അപ്പം ഒരുപാട് പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. നിങ്ങളിപ്പോ ഒരുപാട് വേരിയബിൾസിനെ നിങ്ങളിപ്പം വൈയെ അഫക്ട് ചെയ്യുന്ന ഒരു 10-15 വേരിയബിളിനെ ഇൻകോപ്പറേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. 15 വേരിയബിൾ നിങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്താൽ 15 എസ്റ്റിമേഷൻ നടത്തണം, 15 ബീറ്റാസ് എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് അതിന്റെ അർത്ഥം. സോ അതൊരു വലിയ ടീഡിയസ് പ്രോസസ് ആയി പോകും, അതൊരു ഹെഡോണിക് ടാസ്ക് ആയി പോകും. സോ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുക, പ്രൊവൈഡഡ് അവിടെ നമ്മൾ അന്നേരം പറയുന്ന ബയാസിനെ ചെയ്യണം, ആ ബയാസിനെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണി. സോ ഈ ചെറിയ ചെറിയ സിഗ്നിഫിക്കൻസ് ഉള്ള അല്ലെ ചെറിയ ചെറിയ നമ്മുടെ വയ്യെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യാത്ത വേരിയബിൾസിനെയൊക്കെ നമുക്ക് എറർ ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി അടുത്തത് റോങ് ഫങ്ഷണൽ ഫോം. നമുക്ക് പലപ്പോഴും ഡാറ്റയൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ ആ ഡാറ്റയിൽ ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പലപ്പോഴും അതിന്റെ ഫങ്ഷണൽ ഫോം പലപ്പോഴും അറിയത്തില്ലായിരിക്കും. അപ്പൊ ആ ഫങ്ഷണൽ ഫോം തെറ്റായിട്ട് വരുമ്പോഴും അവിടെ ഒരു എറർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇത്രയുമാണ് എറർ ടൈമിന്റെ സിഗ്നിഫിക്കൻസ്. സോ എറർ ടൈമിന്റെ സിഗ്നിഫിക്കൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ vagueness of theory, unavailability of data, intrinsic randomness in human behavior, poor proxy variables, principle of parsimony, wrong functional form. സോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.